ഹലോ, ഇന്നൊരു ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പല്ല് വേദനയുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല പല്ല് വേദനയും തലവേദനയും, അതൊരു സൈഡ് മാത്രം, റൈറ്റ് സൈഡ് മാത്രമായിട്ട് തലവേദന നല്ല പല്ല് വേദന കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് ഒരു മൂടില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. ചോറും വയ്ക്കുക, ചിക്കൻ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്, അതൊരു കറിയും വെച്ചിട്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ കറിയാകുമ്പോൾ വേഗം എളുപ്പത്തിൽ പണിയും കഴിയും. തക്കാളി സവോളയൊക്കെ ഒന്ന് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പണി കഴിയില്ലെന്ന് കരുതിയിട്ട് ഇന്ന് അതാണ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ കാലത്ത് വേഗം ഇഡലി ഉണ്ടാക്കി. ഈ ഇഡലി നമ്മുടെ ഇഡലി പൊടിയില്ലേ, അത് വെച്ചിട്ടാണ് ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തലേദിവസം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കലക്കി വെച്ചാൽ മാത്രം മതി. അതിൻ്റെ ഫുള്ള് ഞാൻ കാര്യങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇഡലി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ചട്നി ഒന്ന് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മിക്ക ദിവസങ്ങളിലും കറണ്ട് പോകുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ വേഗം ചട്നിക്കുള്ളതൊക്കെ അരച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്കുള്ളത് അരയ്ക്കാനായിട്ട് തക്കാളിയും സവോളയൊക്കെ വഴറ്റിയിട്ട് ജാറിലേക്ക് ഇട്ട് വെച്ചു. ജാറ് ഞാൻ തേങ്ങ അരച്ചതിൻ്റെ ജാറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ചു. കറക്റ്റായിട്ട് അന്നും കറണ്ട് പോയിട്ടാ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കറണ്ട് വന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാരസെറ്റാമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പകുതി. അത് കഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ പല്ല് വേദന എഴുതി കൂടെ പോയി എന്നറിയില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ചോറും ചിക്കൻ കറിയിലും ഒതുക്കണ്ട, ഒരു ബിരിയാണി ഉണ്ടാക്കാം. എന്തായാലും ചിക്കൻ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട്. കൂടുതലും ബിരിയാണി ആയിരുന്നു ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഈ മന്തി വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ആർക്കും ബിരിയാണി വേണ്ട. ബിരിയാണി കഴിച്ച് മടുത്തല്ലോ, അപ്പോൾ പിന്നെ മന്തിക്ക് ആവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായി, മന്തിയും എല്ലാവർക്കും മടുത്തു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്, പല്ലുവേദന മാറിയല്ലോ, അപ്പോൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കി വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ ചെയ്യണ്ട. ഇന്നിപ്പോൾ ചിക്കൻ കറിയും ചോറ് വയ്ക്കാന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ലോക്കിൽ കാണിച്ചാണ് കേട്ടോ. ഏകദേശം ഒരു 11:45-12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ സവോളയൊക്കെ ഒന്ന് അരിയാൻ തുടങ്ങുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ കട്ടിംഗ് ബോർഡ് വാങ്ങിയ ശേഷം ഇപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ. നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്നത് ഒരു വെള്ള കട്ടിംഗ് ബോർഡായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ വരുമെന്ന് പറഞ്ഞ ശേഷം പിന്നെ ഞാനത് ഉപയോഗിക്കലേ ഇല്ല കേട്ടോ. പിന്നെ കൈ കൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ അരിയലൊക്കെ. പിന്നീടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ആ ഒരു പേടിയില്ലല്ലോ. അപ്പോൾ ഇതേ വേഗം സവോളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണേ. അപ്പോൾ ഇതേ സമയം കണ്ടില്ലേ, 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണ് കഴിയാതൊന്നും അറിയില്ല, എന്തായാലും ഇന്ന് നല്ലോണം വൈകും. അതുപോലെ തന്നെ ബിരിയാണി വെക്കുന്ന സമയത്ത് തക്കാളി നല്ലോണം ഇതുപോലെ റെഡ് കളറായത്, അതായത് നല്ലോണം പഴുത്ത തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ വാടി കിട്ടാനും എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ച് പച്ചയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. പിന്നെ തക്കാളി ഇതുപോലെ അരിയാന്നുണ്ടെങ്കിൽ വേഗം കിട്ടും കേട്ടോ. അതിങ്ങനെ തിരിച്ച് വെച്ച് അരിയാന്നുണ്ടെങ്കിൽ സ്ലിപ്പായി പോകും. അതാണ് അത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇക്കത് ചിക്കൻ കൊണ്ടുവന്നത്. ഈ ചിക്കൻ എത്തുമ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും എപ്പോൾ വാങ്ങിയാലും കുറച്ചെങ്കിലും എനിക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി അത് വെക്കണം കേട്ടോ. അങ്ങനെ ഒരു ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ഞാൻ ബിരിയാണിക്കുള്ളത് വേറെ, എടുത്ത് വെക്കാനുള്ളത് വേറെ, ഫ്രൈ ചെയ്യാനുള്ളത് ഈ ഒരു പാത്രത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ടും ആ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, ഗരം മസാല ഇടരുത് കേട്ടോ. കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കോൺഫ്ലോറിൻ്റെ പൊടി പറഞ്ഞു എന്ന് തോന്നുന്നു, അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എണ്ണ കുറച്ച് മീൻ വറുക്കുന്ന പോലെ അടിയിൽ മാത്രം ഉള്ള ആ രീതിയിൽ നിങ്ങൾ വറുക്കരുത് കേട്ടോ. അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചിക്കൻ ചില്ലിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മൾ ബിരിയാണിക്ക് സവോളയും തക്കാളിയും എല്ലാം വാട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് പേസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമുളകും കൂടി പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ ചിക്കനും ഇട്ടും ഇനി ഇതൊരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഫുള്ള് റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വേണമെന്നുള്ളവർ. അപ്പോൾ അതേ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അളന്ന് വെച്ച വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ഓയിൽ വറുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മീൻ വറുക്കും പോലെ അടിയിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് വറുക്കാൻ വെച്ചിട്ടുമുണ്ട്, നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുമുണ്ട്. ഒരുപാട് ടൈം വൈകിയ കൊണ്ട് തന്നെ സമയം ഒട്ടും പാഴാക്കാണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേഗം ബിരിയാണി വെള്ളം തിളച്ചതും അതിലേക്ക് റൈസ് ഞാനൊരു 10-15 മിനിറ്റ് കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ അതിൽ പെരിഞ്ചീരകം കിട്ടുന്ന സമയത്ത്. അപ്പോൾ അത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരിയും ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ബിരിയാണിക്ക് കുറച്ച് ടേസ്റ്റ് കുറവായി തോന്നും. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്ത് ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്ത സമയത്തും എനിക്ക് വായിൽ വെള്ളം വരുമായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ ബിരിയാണി ഇത് ഏകദേശം നമ്മുടെ വേകാനായിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മാത്രം മതി കേട്ടോ. ബിരിയാണി ഇവിടെ റെഡി ആവും കേട്ടോ. അതായത് നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു തന്നാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. ഇത്രയും മുറിച്ചെടുത്താൽ മാത്രമാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ തന്നെ നാരങ്ങ പിഴിയുന്ന സമയത്ത് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ മിക്സിംഗ് ഒക്കെ ഇല്ലേ അതൊന്നും നീങ്ങിപ്പോകും കേട്ടോ ചിക്കനിന്. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും നല്ലോണം ആവി പറക്കുന്നത് കണ്ടില്ലേ, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. സമയം ഇപ്പോൾ ഒരുപാട് വൈകിയിട്ടുണ്ട്, ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതേ ടൈം കാണിച്ചു തരാം കേട്ടോ. ഇതേ സമയം 2:45 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾ മക്കൾക്ക് വേഗം കഴിക്കാൻ കൊടുത്തു. അതേ ഞങ്ങളും കഴിക്കാൻ പോകണ്ട. അങ്ങനെ രാത്രിക്കും അത് തന്നെയായിരുന്നു ബിരിയാണി വെച്ചാൽ പിന്നെ ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ അത് തന്നെ കേട്ടോ. അപ്പോൾ രാത്രി എല്ലാവർക്കും ഒരു കട്ടൻ ചായ വേണമെന്ന്. കട്ടൻ ചായ വലിയ ആൾക്ക് കട്ടൻ ചായ സാധാ കട്ടൻ ചായയും എനിക്കും ചെറിയ ആൾക്കും ഏലക്ക ഇട്ടിട്ടും ഇക്കാക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഇക്ക പാത്രങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി വട്ട വരെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കട്ടൻ ചായ മാത്രം എനിക്ക് വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വെച്ചു കൊടുത്താണ്. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതാണ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.